Very good morning to one and all and warm welcome to our 22nd online class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ ക്ലോസ് 49 എന്ന് പറയുന്നതിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പ്ലേസാണ് അല്ലെങ്കിൽ ഒരു റോളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൽ റിലേറ്റഡ് ടു ദ ക്ലോസ് 49 എന്ന് പറയുന്നതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് പ്രൊവിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി ആസ് പെർ ക്ലോസ് 49. For good corporate governance, company should make all necessary disclosures. ഫിനാൻഷ്യൽ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസ്ക്ലോഷേഴ്സും എന്തിൽ പറഞ്ഞിരിക്കണം? ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. It is the responsibility of management to make disclosures of all material facts which all stakeholders are supposed to know. ആർക്കാണ് ഈ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അറിയേണ്ടത്? സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ആരുടെ ഉത്തരവാദിത്തമാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മെറ്റീരിയൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്? അത് മാനേജ്മെൻറ്റിനാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അത് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ബേസിസിലാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ലഭിക്കുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് ക്രെഡിറ്റേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് കനോട്ട് അറ്റൻഡ് മീറ്റിംഗ്സ്, സോ ദ ഡിസ്ക്ലോഷർ ഈസ് ഓൺലി വേ ത്രൂ വിച്ച് ദേ ക്യാൻ ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ കോർപ്പറേഷൻ. ഒരു ജനറൽ മീറ്റിങ്ങിൽ ആർക്കൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അത് ഷെയർ ഹോൾഡേഴ്സിന്, ഡയറക്ടേഴ്സിനൊക്കെയാണ്. ഒരിക്കലും ക്രെഡിറ്റേഴ്സിനോ കസ്റ്റമേഴ്സിനോ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ക്രെഡിറ്റേഴ്സും കൺസ്യൂമേഴ്സും ചേർന്നതാണ് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും കസ്റ്റമേഴ്സും എല്ലാം ചേർന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റേഴ്സിനും കൺസ്യൂമേഴ്സിനും എന്തറിഞ്ഞിരിക്കണം? കസ്റ്റമേഴ്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഏത് സ്ഥാപനത്തിലാണോ കംപ്ലൈ ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മെറ്റീരിയൽ ഫാക്ടേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത്. സോ ഡിസ്ക്ലോഷർ ക്യാൻ ബി ഓഫ് ദ ഫോളോയിങ് മാറ്റേഴ്സ്. ഇനി ഫിനാൻഷ്യൽ പെർഫോമൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മാനേജ്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇവിടെ ഡിസ്ക്ലോസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ചെയ്തു കൊടുക്കേണ്ടത്? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ വിച്ച് ഈസ് മെറ്റീരിയൽ ഇൻ നേച്ചർ ആൻഡ് പോളിസീസ് ഫോർ ഡീലിംഗ് വിത്ത് റിലേറ്റഡ് പാർട്ടി. റിലേറ്റഡ് പാർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ അവർ ഡീൽ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് മെറ്റീരിയൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നതും പോളിസീസ് റിലേറ്റഡ് ടു ദ റിലേറ്റഡ് പാർട്ടീസ്, ഇതുമാണ് ആദ്യത്തെ കേസിൽ മാൻഡേറ്ററി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം നോർമൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ദെയർ ഓഫ്. നോർമൽ ട്രീറ്റ്മെൻറ്റിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലാതെ സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ അതിൻ്റെ റീസണും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. Remuneration to directors, facilities, perquisites, etc. given to directors. Any contract and arrangement entered into with them. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ, അവരുടെ റോൾ എന്ന് പറയുന്നത് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റീസ്, അതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ സർവീസ് കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ഡയറക്ടേഴ്സിനെയും അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ്, പെർക്വിസിറ്റ്സ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ സർവീസ് കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നതും അവരുടെ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നതിനുള്ള മെറ്റീരിയൽ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇവിടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം.
Management disclosure and analysis report on various matters such as industry structure and development, opportunities and threats, segment-wise or product-wise performance, outlook, risk concern, discussion on financial performance. ഇനി മാനേജ്മെൻറ്റ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അനാലിസിസ് എന്ന് പറയുന്നതിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലാണ് മാനേജ്മെൻറ്റ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ അനാലിസിസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കൊടുക്കേണ്ടത്, മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രി സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഏതൊക്കെ ത്രെഡ്സ് ആണ് ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷന് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, സെഗ്മെൻറ്റ് വൈസ് ആയിട്ടും പ്രൊഡക്റ്റ് വൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നതും, ഔട്ട്ലുക്ക്, റിസ്ക് കൺസേൺ, ഡിസ്കഷൻ ഓൺ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഇത്രയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് ഡിസ്ക്ലോഷറായിട്ടും അതോടൊപ്പം തന്നെ അനാലിസിസ് റിപ്പോർട്ടായിട്ട് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Transaction in which the directors have personal interest shall also be disclosed. ഇനി ഏതെങ്കിലും ഒരു ഡയറക്ടറിന് പേഴ്സണൽ താല്പര്യമുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. In case of appointment of new reappointment of director, some information about it like brief resume of director, nature of expertise in specific area, നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് ഇൻ അതർ കമ്പനീസ്. ഇതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്ടേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു റീഅപ്പോയിൻമെൻറ്റ്, ഒരു ന്യൂ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഡയറക്ടറെ റീഅപ്പോയിൻറ്റ് ചെയ്യുകയോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതായത് ആ ഡയറക്ടറുടെ റെസ്യൂം എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ നേച്ചർ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു സ്പെസിഫിക് ഏരിയയിൽ ഉണ്ടെങ്കിൽ അതും പറയണം. അതുപോലെ തന്നെ എത്ര കമ്പനികളിൽ അദ്ദേഹം ഡയറക്ടർഷിപ്പ് എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ട്. ഇത്രയും മെറ്റീരിയൽ ഫാക്ടേഴ്സാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോയിൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ പറയുന്നത്, അതായത് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സിനെ റീഅപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഡിസ്ക്ലോസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള മാറ്റേഴ്സാണ് ഇവിടെ പറഞ്ഞത്. If any director resigns, then the resignation letter along with the detailed reason shall be disclosed on company's website. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഡയറക്ടർ റിസൈൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്ററും അതിൻ്റെ കാരണം എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള റീസൺ എവിടെ പറഞ്ഞിരിക്കണം, ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. Training imparted to independent director, vigil mechanism and remuneration policy shall be disclosed in the annual report of the company. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ആനുവൽ റിപ്പോർട്ടിൽ പറയേണ്ടതായിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടറാണ്. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ വിജിൽ മെക്കാനിസം, ഇങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു വിജിലായിട്ടുള്ള ഒരു മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഏത് റെമ്യൂണറേഷൻ പോളിസിയിലാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ റെമ്യൂണറേഷൻ പോളിസി എന്ന് പറയുന്നതും എന്തിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, ഒരു ആനുവൽ റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. When money mobilized through public issue, right issue or preferential right, the company shall disclose their intended use and actual use on quarterly basis. ഇനി ക്വാർട്ടർലി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പബ്ലിക് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് എത്രത്തോളം മണി മൊബിലൈസ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ റൈറ്റ് ഇഷ്യൂവും പ്രിഫറൻഷ്യൽ റൈറ്റും കമ്പനി എത്രത്തോളം നടത്തിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, ഇൻറ്റൻഡഡ് യൂസ്, ആക്ച്വൽ യൂസ്, ദ ക്വാർട്ടർലി ബേസിസ്. ക്വാർട്ടർലി ബേസിസിൽ എങ്ങനെയാണ് ആ മണി മൊബിലൈസ് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്, അതിൻ്റെ ആക്ച്വൽ യൂസ് എന്ന് പറയുന്നത് ക്വാർട്ടർലി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. When money mobilized through public issue, right issue or preferential right, the company shall disclose their intended use and the actual use on quarterly basis. Next one, a statement on annual basis shall also be prepared for the fund utilized for the purpose of other than those for which they are being acquired. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നത് എന്താണ്, ആനുവൽ ബേസിസിൽ എത്രത്തോളമാണ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്,
അതിൻ്റെ ഒബ്ജക്റ്റീവ് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കണം. അതിലെന്താണ് പറഞ്ഞിരിക്കേണ്ടത്? ദാൻ ദോസ് ഫോർ വിച്ച് ദേ ആർ ബീങ് അക്വയർഡ്. എങ്ങനെയാണ് ഫണ്ട് അക്വയർ ചെയ്തത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫണ്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നതാണ് ഇവിടെ ഒറ്റ ടേമിൽ പറയുകയാണെങ്കിൽ എത്രത്തോളം ഫണ്ട് നമ്മൾ സോഴ്സ് മൂലം ലഭിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബേസിസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആനുവലി എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ബേസിസിൽ ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ട് ക്ലോസ് 49 ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും നോട്ട് ചെയ്യുകയും പഠിക്കുകയും വേണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തന്നെ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മാൻഡേറ്ററി ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. A company must give a separate section on corporate governance in annual report. ആനുവൽ റിപ്പോർട്ടിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ എന്തിനെ ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്? ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. While all the disclosures regarding compliance and non-compliance with mandatory requirements and the extent to which non-mandatory requirements have been adopted. മാൻഡേറ്ററി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ്, കംപ്ലൈ ചെയ്തിട്ടുള്ളതും കംപ്ലൈ ചെയ്യേണ്ടതാണ് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? കംപ്ലൈ ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ അഡോപ്റ്റഡ്. ഏതൊക്കെയാണ് നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്? നമ്മൾ മുമ്പത്തെ സെഷനിൽ റെക്കമെൻഡേഷൻസ് പറഞ്ഞപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്കമെൻഡേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ട് ചേഞ്ച് വരുന്ന റെക്കമെൻഡേഷൻസിനെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്? നോൺ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ളത് കംപ്ലൈ ചെയ്തിട്ടുള്ളതും കംപ്ലൈ ചെയ്യാത്ത റിക്വയർമെൻറ്റ്സും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അതും ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം? സ്പെസിഫൈ ചെയ്തിരിക്കണം. Quarterly compliance report shall be given to stock exchange within 15 days from the date of closure. എന്നാണോ ഡിസ്ക്ലോസ് ചെയ്തത് അത് ക്വാർട്ടർലി കംപ്ലയൻസ് റിപ്പോർട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്, അതായത് നമ്മുടെ സെബിക്ക് എത്ര ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം? വിത്തിൻ 15 ഡേയ്സ്, 15 ദിവസത്തിനുള്ളിൽ. ഏത് ദിവസം തുടങ്ങിയിട്ടാണ്? ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോഷർ. എന്നാണോ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് തുടങ്ങി 15 ദിവസത്തിനുള്ളിൽ അത് ആരെ ഇൻഫോം ചെയ്തിരിക്കണം? ക്വാർട്ടർലി ആയിട്ട് സെബിനെ ഇൻഫോം ചെയ്തിരിക്കണം. Compliance, company shall obtain annual activity certificate from the auditor or practicing company secretary about the compliance of the clause 49 of the listing agreement. ഇതോടൊപ്പം തന്നെ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിൽ ക്ലോസ് 49 എന്ന് പറയുന്നത് ഓരോ കോർപ്പറേറ്റ് ഗവേണൻസിലും എങ്ങനെയാണ്, എത്രത്തോളമാണ് അത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം? ഒരു ഓഡിറ്ററുടെ കയ്യിൽ നിന്നോ അതും അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നോ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. അപ്പോൾ ക്ലോസ് 49 പറഞ്ഞ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിൽ മാൻഡേറ്ററി ആയിട്ടും നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓരോ കോർപ്പറേറ്റ് ഗവേണൻസും അതൊരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ കംപ്ലൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ എത്രത്തോളമാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ക്ലോസ് 49 എന്ന് പറയുന്നതിൻ്റെ ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് ഓഡിറ്ററോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്തിരിക്കണം? കളക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആനുവൽ റിപ്പോർട്ട് ക്ലോസ് 49 റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IFRSൻ്റെ നീഡ്, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ IFRS എന്ന് പറയുന്നത് നമുക്കറിയാം, നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലും പഠിച്ചിട്ടുള്ളതാണ്. ന്യൂ അമെൻമെൻ്റ് ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ മുമ്പത്തെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ നിന്ന് മാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഓർഗനൈസേഷൻസ് എന്ത് ഫോളോ ചെയ്തിരിക്കണം? സെബിയുടെ ലിസ്റ്റിംഗ് കമ്പനീസ് IFRS എന്ന് പറയുന്നത് കംപ്ലൈ
അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നീഡ്സ്, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഡിസൈൻഡ് ആസ് എ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ഫോർ ബിസിനസ് അഫയേഴ്സ് സോ ദാറ്റ് കമ്പനി അക്കൗണ്ട്സ് ആർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പയറബിൾ അക്രോസ് ദ ഇൻ്റർനാഷണൽ ബൗണ്ടറീസ്. നമുക്ക് ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു റിവിഷനാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളുടെ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് ബിസിനസ് അഫയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ അക്കൗണ്ട്സ് എന്ന് പറയുന്നതും അതിൻ്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി എന്ന് പറയുന്നത് ഏതൊരു ഇൻ്റർനാഷണൽ ബൗണ്ടറിയിൽ നിന്ന് ചിന്തിച്ചാലും ഒരേപോലെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്തതോടുകൂടി അതിൻ്റെ ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് വന്നു? തുല്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും എളുപ്പമാണ്. International financial reporting standards set common rules so that financial statements can be consistent, transparent and comparable around the world. അപ്പോൾ IFRS എന്ന് പറയുന്നത് ഓൾ വേൾഡിൽ ഒരേപോലെ ചിന്തിക്കുന്ന പ്രിൻസിപ്പിൾസ് ആയതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസിയും കമ്പയറബിലിറ്റിയും വളരെയധികം ഉയർത്തി കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഓൾ വേൾഡിൽ ഒരേപോലെ തന്നെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് കമ്പയർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. IFRS are issued by International Accounting Standards Board. ഇനി IFRS എന്ന് പറയുന്നതിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആരാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ഏതൊക്കെയാണ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് IFRSൽ വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. They specify how companies must maintain and report their accounts, defining types of transaction and other events with a financial impact. ഇനി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താണ് ചെയ്തിട്ടുള്ളത്? അവർ ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ക്ലിയർ ആയിട്ട് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് അക്കൗണ്ട് ചെയ്യേണ്ടത്, അതൊരു റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അക്കൗണ്ട്സ് റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതുപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷൻസും സ്പെസിഫിക് ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുകയും ഓരോ ഫിനാൻഷ്യൽ ഈവൻസിൻ്റെയും ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ആര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് IFRS റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നതും കൂടി നമുക്കൊരു റിവിഷൻ കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. IFRS കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ IFRSൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ദർ ആർ certain aspects of business practices for which IFRS set mandatory rules. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മാൻഡേറ്ററി റൂൾസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 4 റൂളാണ് നമുക്കിവിടെ IFRS കാറ്റഗറിയിൽ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ബാലൻസ് ഷീറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റ്സ്, അതുപോലെ തന്നെ ലൈബിലിറ്റീസ്, അത് ലോങ് ടേം അസറ്റ്സും ഷോർട്ട് ടേം അസറ്റ്സും അതുപോലെ തന്നെ ലോങ് ടേം ലൈബിലിറ്റീസും ഷോർട്ട് ടേം ലൈബിലിറ്റീസ് ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റുകളിൽ ഉണ്ടാകുക. അതിൻ്റെ വേറൊരു ടേമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ IFRS റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡിൽ വന്നിട്ടുള്ള ഒരു മാറ്റം. IFRS influences the way in which the components of a balance sheet are reported. അതോടൊപ്പം തന്നെ ഈ ബാലൻസ് ഷീറ്റിൽ പറയുന്ന ലോങ് ടേം അസറ്റ്സും ഷോർട്ട് ടേം അസറ്റ്സും ലോങ് ടേം ലൈബിലിറ്റീസും ഷോർട്ട് ടേം ലൈബിലിറ്റീസും എങ്ങനെയാണ് അതാണ് അതിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു റിപ്പോർട്ട് കാറ്റഗറിയിൽ അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്. രണ്ടാമത്തെ മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം ആണ്.
This can take the form of one statement, or it can be separated into a profit and loss statement and a statement of other income including property and equipment. ഇവിടെ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി ഒരു ഓർഗനൈസേഷൻ്റെ ഇൻകം റവന്യൂ എന്ന് പറയുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഷോ ചെയ്യുന്നത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമതായിട്ട് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അതർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. എന്തൊക്കെയാണ് അതർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് നേച്ചറുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ചേർന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതിലാണ്? ഈ പറയുന്ന കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ മാൻഡേറ്ററി ആയിട്ടുള്ള റൂള് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇക്വിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റം. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ വരും. അതോടൊപ്പം തന്നെ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതും കൂടിയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് തേർഡ് മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഓൾസോ നോൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ദിസ് ഡോക്യുമെൻറ്റ് ദ കമ്പനീസ് ചേഞ്ച് ഇൻ ഏർണിംഗ്സ് ഓർ പ്രോഫിറ്റ് ഫോർ ദ ഗിവൺ ഫിനാൻഷ്യൽ പീരീഡ്. ഒരു ഫിനാൻഷ്യൽ പീരീഡിൽ ഇക്വിറ്റി കാറ്റഗറിയിൽ എന്തൊക്കെയാണ് ആ കമ്പനിക്ക് ഏർണിങ്സ് ബേസിൽ ചേഞ്ച് വന്നിട്ടുള്ളത്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിലേറ്റഡ് ഏർണിങ്സ്. അപ്പോൾ ഒരു റിലേറ്റഡ് ഏർണിങ്സിൽ എന്ത് മാറ്റമാണോ വന്നിട്ടുള്ളത്, അതൊരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര മാറ്റം വന്നിട്ടുണ്ട് അത് ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഫോർത്ത് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വെച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. എത്രത്തോളം ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ട്, അതിൻ്റെ ഒരു നെറ്റ് ഇമ്പാക്റ്റ് ആണ് ക്യാഷ് ഫ്ലോയിൽ നമുക്ക് ലഭിക്കുന്നത്. എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് the report summarizes the company's financial transactions in the given period, separating cash flow into operations, investing and financing. എല്ലാവർക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് അറിയാം. നമ്മളിവിടെ പറയുന്നത് വാട്ട് ഈസ് ദ മാൻഡേറ്ററി റൂൾ റിലേറ്റഡ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നതാണ്. ഇതൊരു സമ്മറിയാണ്, കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഒരു സമ്മറിയാണ്. അതായത് എത്രത്തോളം ഫിനാൻഷ്യൽ ഇൻഫ്ലോ വന്നിട്ടുണ്ട്, എത്ര ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ട്, അതൊരു ഓപ്പറേറ്റിംഗ് റിലേറ്റഡ് ആയിട്ട്, അതായത് ഓപ്പറേഷൻസും ഇൻവെസ്റ്റിങ്ങും ഫിനാൻസിങ് ആക്ടിവിറ്റീസ് 3 കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? ക്യാഷ് ഫ്ലോ ആയിട്ട് പറയുന്നത്. അപ്പോൾ IFRS റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള റൂള് പറയുന്ന 4 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. അതിൽ ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും അതർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ലഭിക്കും. പിന്നീട് വരുന്നത് ഏർണിങ്സിൽ വന്നിട്ടുള്ള മാറ്റം, എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഒരു അനാലിസിസ് ആണ്. അത് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കാറ്റഗറിയിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഏതിൽ ചെയ്യുന്നത്? IFRS സ്റ്റാൻഡേർഡ് ബേസ്ഡ് നമ്മൾ ചെയ്യുന്നത്. In addition to these basic reports, a company must also give a summary of its accounting policies. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇതോടൊപ്പം തന്നെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് ദ അക്കൗണ്ടിങ് പോളിസീസ് അഡോപ്റ്റഡ് ബൈ ദ കോർപ്പറേറ്റ് ഗവേണൻസ്. ഓരോ കോർപ്പറേറ്റ് എൻറ്റിറ്റീസും ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് എന്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ എന്ത് അക്കൗണ്ടിങ് പോളിസിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അതും കൂടിയും എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. The full report is often seen side by side with the previous report to show the changes in profit and loss. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ
ട്രാൻസാക്ഷൻസും എമൗണ്ടും മാത്രം കാണിച്ചാൽ മതിയോ? പോരാ. രണ്ട് സൈഡിലായിട്ട് പ്രീവിയസിൻ്റെയും ഈ വർഷത്തെയും, അതായത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ തലേ വർഷത്തെയും ഈ വർഷത്തെയും ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ കൊടുത്തിരിക്കണം? രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത് ദ ഫുൾ റിപ്പോർട്ട് ഈസ് ഓഫൺ സീൻ സൈഡ് ബൈ സൈഡ് വിത്ത് പ്രീവിയസ് റിപ്പോർട്ട്, പഴയ വർഷത്തെയും ടു ഷോ ദ ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ വർഷത്തെയും മാറ്റങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കാണിക്കേണ്ടത്. A parent company must create a separate account report for each of its subsidiary companies. ഇനി പാരൻ്റ് കമ്പനി സബ്സിഡറി കമ്പനീസ് ഉണ്ടെങ്കിൽ അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അക്കൗണ്ട്സ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ബേസ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് IFRS. ഇത് നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ BCom പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. അക്കൗണ്ടിങ് ആസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേറ്റ്സ് ദ ഫിനാൻഷ്യൽ റിസൾട്ട് ആൻഡ് ഹെൽത്ത് ഓഫ് എൻ എൻ്റർപ്രൈസ് ടു വേരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ബൈ മീൻസ് ഓഫ് പീരിയോഡിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് IFRS എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ്, ബിസിനസ്സിലുള്ള മെറ്റീരിയൽ ഫാക്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജിനെയാണ് ഇവിടെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലാംഗ്വേജ് ഓഫ് ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ ഭാഷ, ലാംഗ്വേജ് എന്താണ്, ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ഫിനാൻഷ്യൽ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു എൻ്റർപ്രൈസസിൻ്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, ഹെൽത്ത് എന്ന് പറയുന്നതും ഓരോ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനോട് എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് പീരിയോഡിക്കലായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസിസിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളിവിടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്. Like any other language, accounting should have its grammar and these sets of rules are known as accounting standards. അപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, ഹിന്ദിയിൽ സംസാരിക്കുന്നു, ഏതൊരു ഭാഷ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. പക്ഷെ ആരാണോ റിസീവർ, ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അവർക്കറിയാവുന്ന ഭാഷയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഓൾ വേൾഡിൽ മനസ്സിലാക്കത്തക്ക വിധത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഒരു കോമൺ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കോമൺ ലാംഗ്വേജ് ടു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ഗ്രാമർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു സെറ്റ്സ് ഓഫ് റൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ആ ലാംഗ്വേജിന് നമുക്ക് എന്തായിട്ട് പറയാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഈ 3-fold, 3 വശമായിട്ടാണ് അല്ലെങ്കിൽ 3 രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ദേ ഹെൽപ്പ് ടു സ്റ്റാൻഡേർഡൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് എലിമിനേറ്റ് ദ ഇൻകമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്തിൻ എൻ എൻറ്റിറ്റി ആൻഡ് അക്രോസ് എൻറ്റിറ്റീസ്. നമ്മൾ പറഞ്ഞു ഓൾ വേൾഡിൽ അണ്ടർസ്റ്റാൻഡബിള്, അതുപോലെ തന്നെ ട്രാൻസ്ഫറബിള്, കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അതായത് ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയും ഇൻകമ്പയറബിലിറ്റി എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്ത് പോകണം. അതായത് നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കണം, മറ്റുള്ള ഓർഗനൈസേഷനായിട്ട് കമ്പയർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും വേണം. അത് ഓൾ വേൾഡിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻകമ്പയറബിലിറ്റി എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ഇനി സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദേ ഫെസിലിറ്റേറ്റ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഹൈ ക്വാളിറ്റി, ട്രാൻസ്പെറൻറ്റ് ആൻഡ് കമ്പയറബിൾ ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ 3 ക്വാളിറ്റീസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട 3 ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വാളിറ്റി ബേസിസ് ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, കമ്പയറബിൾ ആകണം. അതുകൊണ്ട് സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഹൈ ക്വാളിറ്റി, ട്രാൻസ്പെറൻറ്റ് ആൻഡ് കമ്പയറബിൾ. അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്.
ഇനി തേർഡ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്? ദേ റെഡ്യൂസ് ദ അക്കൗണ്ടിങ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ദർ ബൈ എലിമിനേറ്റ് ദ എലമെൻറ്റ് ഓഫ് സബ്ജക്റ്റിവിറ്റി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അതായത് കോമൺ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അത് ഫിക്സഡ് ആണ്. അവിടെ ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇല്ല. അത് മാക്സിമം റെഡ്യൂസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഒരു സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ഇത് മൂന്നാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എല്ലാ സ്റ്റുഡൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യുക. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? മൂന്നായിട്ടാണ് പറയുന്നത്. ആദ്യം പറയുന്നത് അക്കൗണ്ടിങ് പോളിസീസ് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യേണ്ടത് ഇൻകമ്പയറബിലിറ്റി ആണ്. രണ്ടാമത് പറയുന്നത് അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഹൈ ക്വാളിറ്റി വേണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, കമ്പയറബിൾ ആകണം. മൂന്നാമത് പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നതിനെ റെഡ്യൂസ് ചെയ്യുകയും സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യുകയും വേണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ നീഡ്, സിഗ്നിഫിക്കൻ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് IFRS എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അത് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തീരാത്തത് കൊണ്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് IFRS എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് നമ്മൾ നേരത്തെ നീഡ്, സിഗ്നിഫിക്കൻ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് IFRS പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഒന്നും കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, അതായത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ ഒരു പ്രാധാന്യം ഒന്നും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. It is generally expected that IFRS adoption worldwide will be beneficial to investors and other users of financial statements by reducing the cost of comparing alternative investments and increasing the quality of information. അപ്പോൾ അതിൻ്റെ നീഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ നീഡ്, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞത്, അതായത് പേജ് നമ്പർ 128 പറഞ്ഞ നീഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ആൻ ഇൻട്രഡക്ഷൻ അബൌട്ട് ദ IFRS ആണ്. ആക്ച്വൽ നീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ IFRS? ഫസ്റ്റ് പറയുന്നത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ജനറലി എക്സ്പെക്റ്റഡ് ദാറ്റ് IFRS അഡോപ്ഷൻ വേൾഡ് വൈഡ്. IFRS അഡോപ്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ലഭിക്കേണ്ടത്? ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും ബെനിഫിറ്റ് കിട്ടത്തക്ക വിധത്തിൽ വേണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആണ്. അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക വിധത്തിലും ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. അതോടൊപ്പം തന്നെ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിലുള്ള കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈ ക്വാളിറ്റി, ട്രാൻസ്പെറൻറ്റ്, കമ്പയറബിലിറ്റി. ഇത് മൂന്നാണ് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സമയത്ത്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കാണേണ്ടതായ നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യമാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള നീഡ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. IFRS വേൾഡ് വൈഡിലായിട്ട് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഉണ്ടായിരിക്കേണ്ടത്? ഹൈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, കമ്പയറബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അനാലിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ക്വാളിറ്റി ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ലാർജ് സ്കെയിലിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു നീഡ് എന്ന് പറയുന്നത്. കമ്പനീസ് ആർ ഓൾസോ എക്സ്പെക്റ്റഡ് ടു ബെനിഫിറ്റ് ആസ് ഇൻവെസ്റ്റേഴ്സ് വിൽ ബി മോർ വില്ലിംഗ് ടു പ്രൊവൈഡ് ഫിനാൻസിങ്. ഇൻവെസ്റ്റേഴ്സ്, നമുക്ക് ഓരോ കോർപ്പറേറ്റ് ഓർഗനൈസേഷനിലും ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കുള്ളൂ. കൂടുതലായിട്ട് ക്യാപിറ്റൽ വരുമ്പോഴാണ് നമുക്ക് ന്യൂ ബഡ്ജറ്റുകൾ, ന്യൂ പ്ലാനുകൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് സൗണ്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ കമ്പനീസിനെ എൻഹാൻസ് ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ കമ്പനീസ് എങ്ങനെയായിരിക്കണം? എക്സ്പെക്റ്റഡ് ടു ബെനിഫിറ്റ് കിട്ടത്തക്ക വിധത്തിൽ. ആരുടെ കയ്യിൽ നിന്നുള്ള ബെനിഫിറ്റാണ്? സൗണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്.
Companies that have high levels of international activities are among the group that would benefit from a switch to IFRS. അപ്പോൾ ഓരോ കമ്പനീസും ഈ ഹൈ ലെവൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ആക്ടിവിറ്റീസിലേക്ക് എൻഹാൻസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ IFRSൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ്, പോളിസീസ് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. Companies that are involved in foreign activities and investing benefit from the switch due to the increased comparability of a set accounting standard. യൂണിഫോമലായിട്ടുള്ള യുണീക്കായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുമ്പോൾ വേൾഡ് വൈഡായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും കൂടിയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിലേക്ക്, ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമ്പനീസിന് കൂടുതലായിട്ട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോറിൻ ആക്ടിവിറ്റീസിൽ കൂടിയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ IFRS റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ക്ലോസ് 49 ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ എൻഹാൻസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു കംപ്ലയൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ എന്തൊക്കെയാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒരു കമ്പനിയിൽ IFRS റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സും, അതിൽ ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലും പഠിച്ചിട്ടുള്ള IFRS റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷനും അതോടൊപ്പം തന്നെ അതിൻ്റെ നീഡ്, ഒബ്ജക്റ്റീവ്, റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നതും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഒരു റീഡിംഗ് ഹോംവർക്ക് ഞാൻ പറയുകയാണ്. പേജ് നമ്പർ 134 20ാമത്തെ ഒരു റീഡിംഗ് ആണ്, ലേണിംഗ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. IFRSൻ്റെ സൈറ്റ് എടുത്തുകൊണ്ട് അതിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യുകയും അതൊരു 3-4 പ്രാവശ്യം വായിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു മെയിൻ ഏരിയ നിങ്ങളെടുത്തിട്ട് വായിച്ചാൽ മതി, അതിൻ്റെ ഒരു റിവ്യൂ എഴുതുകയും വേണം. അപ്പോൾ IFRSനെ കുറിച്ച് എല്ലാ M.Com സ്റ്റുഡൻസിനും ആധികാരികമായിട്ട്, അതായത് ഇൻ ഡെപ്തിൽ പോയിക്കൊണ്ട് തന്നെ അറിഞ്ഞിരിക്കണം. അല്ലാതെ B.Com ലെവലിൽ IFRS നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു നോളേജ് ഉണ്ടായാൽ പോരാ. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു നോളേജ് നിങ്ങൾ എക്വയർ ചെയ്യാനായിട്ട് ലേണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ലേണിംഗിൻ്റെ റെഫറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ IFRSൻ്റെ സൈറ്റും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടത്. അതിൽ IFRS നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈറ്റിലാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് കറക്റ്റായിട്ട് അതിൽ സൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 134 എടുക്കുക. അതിൽ 20ാമത്തെ പോയിൻ്റ് നോക്കി കഴിഞ്ഞാൽ റെഫറൻസിൽ IFRSൻ്റെ സൈറ്റ് ഉണ്ട്. അതിൽ നോക്കിയിട്ട് മുഴുവനൊന്നും നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. ഒരു ഏരിയ എടുക്കുക, അത് വായിക്കുകയും മനസ്സിലാക്കുകയും റിവ്യൂ എഴുതുകയും വേണം. Okay, thank you very much. Have a nice day.